പ്രിയ കൂട്ടുകാരെ, എല്ലാവരും കോവിഡ്-19 സാമൂഹിക വ്യാപനം തടയാൻ വേണ്ടി കേരള സർക്കാരിന്റെ ബ്രേക്ക് ദ ചെയിൻ എന്ന ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പുറത്തു പോകേണ്ടി വന്നാൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൈകൾ സാനിറ്റൈസർ കൊണ്ടോ ഹാൻഡ് വാഷ് കൊണ്ടോ കൃത്യമായിട്ട് കൈകൾ നിർബന്ധമാണ്. ഈ ഒരു അവസരത്തിൽ നാം കൈകൾ കൊണ്ട് ഉപയോഗിച്ച ആ ഒരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ആ ഒരു സാനിറ്റൈസറോ നമ്മുടെ വീട്ടുകാരോ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഈ ഒരു അവസരത്തിൽ കാലുകൾ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഹാൻഡ് വാഷ്, ഒരു സാനിറ്റൈസറാണ് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു നിർമ്മിതി PVC പൈപ്പുകൾ കൊണ്ടാണ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലും ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു പൈപ്പിന് മുകളിലേക്ക് നേരത്തെ നാം എടുത്തു വെച്ച് ഈ ഒരു പ്ലൈവുഡിൻ്റെ കഷ്ണം കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ആണി കൊണ്ട് അടിച്ച് ഉറപ്പിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ കണ്ട ഫോട്ടോക്ക് അനുസരിച്ച് നേരത്തെ നാം എടുത്തു വെച്ച ഓരോ പൈപ്പിന് കഷ്ണങ്ങളും ജോയിൻ ചെയ്ത് നോക്കാം. ആ ഫോട്ടോയിൽ കണ്ട താഴെ ഭാഗങ്ങളാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു L എടുക്കാം. അതിലേക്ക് ഈ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു പൈപ്പ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത 10 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് എടുക്കാം. ശേഷം ഇതുപോലെ രണ്ടിലേക്ക് ജോയിൻ കൊടുക്കാം. അങ്ങനെ ഇതുപോലെ 4 കഷ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ശേഷം ഒരു ടീ എടുക്കാം. ഈ ഒരു ടീയിലേക്ക് ഇതിൽ ഓരോന്നും വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 കാൽഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ശേഷം ഈ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ മറ്റൊരു പൈപ്പ് ഇതിനും അതുപോലെ തന്നെ. ഇനി നമുക്ക് ഒരു L ഷേപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെയും മുകളിൽ L ഷേപ്പ് വെച്ച് കൊടുക്കാം.
ഇനി ഈ ഒരു 6 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു 2 പൈപ്പ് ഇതിൻ്റെ മുകളിലും ശേഷം ഇതിൻ്റെ മുകളിലും ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു ടീ കൂടി എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ടീ വെക്കാം. കൂട്ടുകാരെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച 3/4 ഇഞ്ചിൻ്റെ 70 സെൻറ്റിമീറ്റർ ഉള്ള ഈ ഒരു പൈപ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ രണ്ടാമത്തെ പൈപ്പും ഈ ഒരു ടീയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു പൈപ്പിന്റെ മുകളിലേക്കും ഈ ഒരു ടീ വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, ഇവിടെ ഞാൻ ഇതുപോലുള്ള ഒരു ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സാനിറ്റൈസറോ എന്തോ ഉപയോഗിക്കാം. ഒന്നുകൂടി ബെറ്റർ സാനിറ്റൈസർ ആണെന്ന് തോന്നുന്നു. ഇനി ഞാൻ നേരത്തെ നിർമ്മിച്ച് വെച്ച ഈ ഒരു പൈപ്പ് എടുത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഈ ഒരു ഹാൻഡ് വാഷ് വെക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നിങ്ങൾ നിർമ്മിക്കുമ്പോൾ എപ്പോഴും ഈ ഹാൻഡ് വാഷിൻ്റെ ഈ പ്രസ് ചെയ്യുന്ന ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഈ ഒരു പൈപ്പിൻ്റെ ലെവലിനേക്കാൾ എപ്പോഴും ഒരു ഹാൻഡ് വാഷിൻ്റെ പ്രസ് ചെയ്യുന്ന ഭാഗം ഉയർന്നു നിൽക്കണം. നിങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ ഒരു പൈപ്പ് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പൈപ്പ് കട്ട് ചെയ്തുകൊണ്ട് ഒരു ഹാൻഡ് വാഷ് ഉയർന്നു നിൽക്കുന്ന രീതിയിലേക്ക് നിങ്ങളത് മാറ്റേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇത് വർക്കാവുകയുള്ളൂ. കൂട്ടുകാരി, ഇനി ഒരു പൈപ്പിൻ്റെ മുൻഭാഗം ഇപ്പോൾ ഈ വരക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്കതൊരു എക്സം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ രൂപത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ മുൻഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഈ ഒരു പൈപ്പ് വെച്ച് ഫിറ്റാക്കാം.
നിർമ്മിതികൾ നിങ്ങളുടെ വീടുകളിലോ അങ്ങാടികളിലോ ഓഫീസുകളിലോ നിർമ്മിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഉപകാരമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പലരും ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷുകൾ, സാനിറ്റൈസറുകൾ അവ കൈകൾ കൊണ്ട് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഹൈലൈറ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.